ഹലോ മക്കളെ, നമ്മുടെ ചാപ്റ്റർ 5 ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യയിലെ തേർഡ് പാർട്ടായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ മെയിൽ ആൻഡ് ഫീമെയിൽ റേഷ്യോ ആണ് നമ്മുടെ ആദ്യം നോക്കുന്ന ടോപ്പിക്. അപ്പൊ എന്താണ് ഈ മെയിൽ ആൻഡ് ഫീമെയിൽ റേഷ്യോ? അതായത് ജനസംഖ്യയിലെ ആൺ പെൺ അനുപാതം എന്നുള്ളതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ റേഷ്യോ. നമ്മൾ ആദ്യം പോപ്പുലേഷൻ പറയും അല്ലെ. പോപ്പുലേഷൻ എന്താ? ആകെ ജനങ്ങളുടെ അളവിനെയാണ് നമ്മൾ പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിനകത്ത് ആകെയുള്ള ജനങ്ങളിനകത്ത് എത്ര ആണുങ്ങളുണ്ട്, എത്ര പെണ്ണുങ്ങളുണ്ട്, അതാണ് നമ്മുടെ മെയിൽ ആൻഡ് ഫീമെയിൽ റേഷ്യോ എന്നുള്ളത്. ഈസി അല്ലേ? അതുപോലെ തന്നെ സെക്സ് റേഷ്യോ എന്താണ്? ഇത് തന്നെ നമ്മുടെ ഒരു പ്രത്യേക ഒരു സമയത്ത് നമ്മളൊരു സ്പെസിഫിക് ടൈം പീരീഡ് എടുക്കുകയാണ്. ആ ഒരു ടൈം പീരീഡിൽ ഒരു സ്പെസിഫിക് ഏരിയയിൽ ഒരു പ്രത്യേക പ്രദേശത്ത് അവിടെയുള്ള ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും അളവ് അല്ലെ, എന്താണ് ലിംഗാനുപാതം, എത്ര ഫീമെയിൽസ് ഉണ്ട്, എങ്ങനെ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 1000 ആണുങ്ങൾക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന അളവ് 1000 ആണ് കേട്ടോ. അപ്പൊ ഒരു 1000 മെയിൽസിന്, ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള 1000 മെയിൽസിന്, 1000 ആണുങ്ങൾക്ക് എത്ര സ്ത്രീകളുണ്ട്, എത്ര സ്ത്രീകൾ അവർക്ക് അനുപാതമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ സെക്സ് റേഷ്യോ എന്നുള്ളത്, അല്ലെങ്കിൽ എന്താ ലിംഗാനുപാതം എന്നുള്ളത് കേട്ടോ. ഒരു സ്ഥലത്ത് 1000 ആണുങ്ങൾക്ക് അവിടെ എത്ര പെണ്ണുങ്ങൾ വെച്ച് ഉണ്ട്. ലിംഗാനുപാതം എന്നത് ഒരു നിശ്ചിത കാലയളവിൽ ഒരു പ്രത്യേക പ്രദേശത്ത് 1000 പുരുഷന്മാരിൽ സ്ത്രീകളുടെ എണ്ണമാണ് ലിംഗാനുപാതം അല്ലെങ്കിൽ സെക്സ് റേഷ്യോ എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ചൈൽഡ് സെക്സ് റേഷ്യോ. അപ്പൊ എന്തായിരിക്കും സെക്സ് റേഷ്യോ? നമ്മൾ പറഞ്ഞു അല്ലെ, ഫീമെയിൽ മെയിൽ ആ ഒരു റേഷ്യോ ആണ് സെക്സ് റേഷ്യോ എന്നുള്ളത്, അല്ലെങ്കിൽ എന്താ ഫീമെയിൽ മെയിൽ റേഷ്യോ എന്നുള്ളത്. അപ്പൊ ഇത് ചൈൽഡ് സെക്സ് റേഷ്യോ വരുമ്പോൾ ഒരു പ്രദേശത്ത് നമ്മളിവിടെ ചൈൽഡ് ആയിട്ട് കണക്കാക്കുന്നത് 0 to 6, 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ, 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ ചൈൽഡ് ആയിട്ട് ഇതിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഒരു സ്ഥലത്ത് 1000 മെയിൽസിന്, 1000 പുരുഷന്മാർക്ക് അല്ലെ, 1000 ആൺകുട്ടികൾക്ക് എത്ര 0 മുതൽ 6 വരെ വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളുണ്ട്. ഒരു പ്രദേശത്തെ 1000 കുഞ്ഞുങ്ങൾ എടുക്കുകയാണെങ്കിൽ, 1000 ആൺകുഞ്ഞുങ്ങൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് എത്ര പെൺകുഞ്ഞുങ്ങളുണ്ട്, അനുപാതമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ എന്താ ചൈൽഡ് സെക്സ് റേഷ്യോ അല്ലെങ്കിൽ ശിശു ലിംഗാനുപാതം എന്നുള്ളത്. അതുപോലെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ പ്രൊപ്പോർഷൻ ഹാസ് എ ക്രൂഷ്യൽ റോൾ ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ ബാലൻസ്. അപ്പൊ ഇതുപോലെ ഒരു പ്രദേശത്തുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ റേഷ്യോ, ആ റേഷ്യോ എന്തിനെ ബാധിക്കുന്നുണ്ട്? ആകെയുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ബാലൻസിനെ ബാധിക്കുന്നുണ്ട്. നമുക്കറിയാം അല്ലെ, നമ്മുടെ ഒരു സൊസൈറ്റിയിൽ എങ്ങനെയാ മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ള അവരുടെ അളവ് എങ്ങനെയായിരിക്കണം? ബാലൻസ്ഡ് ആയിരിക്കണം. അല്ലാതെ നമ്മുടെ ഇപ്പൊ ഒരു പ്രദേശത്ത് ഫുള്ള് ആണുങ്ങൾ കൂടുതലും കുറച്ച് പെണ്ണുങ്ങളായ ശരിയാവോ? അല്ല, ഇപ്പൊ തിരിച്ച് ഒരു സ്ഥലത്ത് ഫുള്ള് ഒരു 100 പേരുണ്ട്, 100 പേരിൽ എന്താ ഒരു 90 പേര് പെണ്ണുങ്ങളും 10 പേര് ആണുങ്ങളാണെങ്കിലും ശരിയാവോ? അതും ശരിയാവത്തില്ല അല്ലെ. അവിടെ എന്താ, അവിടെ ഒരു ഇംബാലൻസ് ഉണ്ടാവുകയാണ് അല്ലെ. എന്താ, ഒരു തുല്യത ഉണ്ടാവുന്നില്ല, ഒരു ബാലൻസിങ് ഉണ്ടാവുന്നില്ല. അപ്പൊ ബാലൻസ് ഉണ്ടാവേണ്ടത് എങ്ങനെയാണ്? ഏതാണ്ട് ആണുങ്ങൾക്ക് അനുസൃതമായിട്ട് അല്ലെങ്കിൽ അത്ര തന്നെയൊക്കെ റേഷ്യോയില് സ്ത്രീകളും കൂടെ ഉള്ളതാണ് കുറച്ച് നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ റേഷ്യോ എന്നുള്ളത്. അപ്പൊ ഈ പറഞ്ഞതുപോലെ മെയിൽ ആൻഡ് ഫീമെയിൽ പ്രൊപ്പോർഷൻ, ഒരു സ്ഥലത്തുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ആ സ്ഥലത്തുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ബാലൻസിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു സ്ഥലത്തുള്ള മെയിൽ ഫീമെയിൽ റേഷ്യോ എടുത്തിട്ട് ഒരു പ്രദേശത്ത്, ഒരു പർട്ടിക്കുലർ പ്രദേശത്തുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ റേഷ്യോ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് വെച്ച് നമുക്ക് എന്ത് നോക്കാൻ പറ്റും? പോപ്പുലേഷൻ സൈസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താ പോപ്പുലേഷൻ ഗ്രോത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു പ്രദേശം എടുക്കുകയാണ്, അവിടെ 100 ആൾക്കാരുണ്ട്, 100 പേരിൽ എന്താ 50 പേര് പുരുഷന്മാരും 50 പേര് സ്ത്രീകളാണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് നോക്കുകയാണ് അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സെക്സ് റേഷ്യോ ആണ് ആ ഒരു പ്രദേശത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പോപ്പുലേഷൻ ഗ്രോത്തിന്റെ ഒരു ചാൻസസ് എന്താണ്? കൂടുതലാണ് അല്ലെ. കാരണം എന്താ, രണ്ട് ജെൻഡേഴ്സും മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഏതാണ്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ എന്താ, അവിടെ ഒരു പോപ്പുലേഷൻ ഗ്രോത്തിനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അല്ലാതെ ഒരു പ്രദേശത്ത് ഇപ്പം കൂടുതൽ ആണുങ്ങൾ, നമ്മളിപ്പോ പറയാറുണ്ട് അല്ലെ, പെണ്ണുങ്ങളെ കിട്ടാനില്ല എന്ന് നമ്മൾ പറയും. നമ്മുടെ മാമന്മാരൊക്കെ എന്താ കല്യാണം ആലോചിക്കുന്ന സമയത്ത് പറയും പെണ്ണുങ്ങളൊന്നും കിട്ടാനില്ല എന്ന് പറയും അല്ലെ. എന്താ, നാട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ വേഗം കിട്ടിയും പോയി, വേറെ പെൺകുട്ടികളൊന്നും കിട്ടാനില്ല. കാരണം എന്താ, പെൺകുട്ടികളൊക്കെ റേഷ്യോ കുറഞ്ഞു വരികയാണ്. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? പോപ്പുലേഷൻ ഗ്രോത്തിനെയും ആ ഒരു കാര്യം ബാധിക്കും അല്ലെ. കാരണം എന്താ, കല്യാണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ എന്താ ഒരു അടുത്ത ജനറേഷൻ ഉണ്ടാവുന്നില്ല, കാരണം പെണ്ണുങ്ങളെ കിട്ടുന്നില്ല അല്ലെ. അപ്പൊ സെയിം സാധനം തന്നെ മെയിൽ ഫീമെയിൽ റേഷ്യോ എന്നുള്ളത് പോപ്പുലേഷൻ ഗ്രോത്തിനെ കൂടെ ബാധിക്കുന്ന ഒരു ഘടകമാണ് അല്ലെ. ആൺ പെൺ അനുപാതത്തിന് സ്ത്രീ പുരുഷ സന്തുലിതാവസ്ഥയിൽ നിർണായക പങ്കുണ്ട് അല്ലെ. സന്തുലിതാവസ്ഥയിൽ എന്താണ്? വലിയൊരു പങ്കുണ്ട്.
അതുപോലെ തന്നെ ഇനി നമ്മളിപ്പോ പറയാണ്, നമ്മൾ മെയിൻലി നമ്മുടെ സൊസൈറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് ജെൻഡേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ മെയിൽ ഫീമെയിൽ ജെൻഡേഴ്സ് മാത്രം എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്ന ഈ സംഭവം തന്നെ, ഈ കല്യാണത്തിന്റെ ഒക്കെ കേസ് നമ്മൾ പറയുന്ന പോലെ പെണ്ണുങ്ങളൊന്നും കിട്ടാനില്ല കിട്ടാനില്ല എന്ന് പറയില്ലേ, അതെന്താ സംഭവം? നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മളിപ്പോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആകെയുള്ള സ്ത്രീകളുടെ എണ്ണം കുറച്ച് കുറഞ്ഞു വരിക എന്നൊക്കെയാണ് പറയുന്നത് ചില പ്രദേശങ്ങളിൽ കേട്ടോ. എന്താണ്, സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള, മെയിൽ ആൻഡ് ഫീമെയിൽ തമ്മിലുള്ള ആ ബാലൻസ് ഉണ്ടാവുന്നില്ല, സ്ത്രീകളുടെ എണ്ണം കുറയാറുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് കുറയാനായിട്ട് പ്രധാനമായിട്ട് നമ്മൾ കുറച്ച് പുറകോട്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഇന്ത്യക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇതുപോലെ ഒരു കാലഘട്ടത്തിലൊക്കെ സ്ത്രീകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് പെൺകുട്ടികളെ പ്രസവിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നത് ഒരുപാട് പേര് അത്ര പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പെൺ ഭ്രൂണഹത്യക്ക് പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ഫീമെയിൽ ഇൻഫാന്റിസൈഡ് ചെയ്യും അല്ലെ, വയറ്റിലുള്ളത് പെൺകൊച്ചാണെന്ന് അറിയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭിണിയാവുന്ന സമയത്ത് വയറ്റിൽ പെൺകൊച്ചാണ് അല്ലെങ്കിൽ പെൺകുട്ടിയാണ് ഉണ്ടാവാൻ പോകുന്ന അറിയുകയാണെങ്കിലും ആ ഭ്രൂണത്തിനെ നമ്മൾ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നില്ല, വളരെ മോശം ഒരു പ്രവണത ഉണ്ടായിരുന്നു. എന്തുകൊണ്ടൊക്കെയായിരുന്നു ആ സമയത്ത് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഒരുപാട് മോശം ചിന്താഗതികൾ അല്ലെ. പെൺകുട്ടി ഉണ്ടായാൽ നമ്മൾ പിന്നെ ദാരിദ്ര്യത്തിൽ ആവത്തിയുള്ളൂ, കെട്ടിച്ചു വിടാനൊക്കെ ഒരുപാട് ചെലവ് വരും, വല്ല ഉപയോഗമുണ്ടോ? ഉപയോഗമൊന്നുമില്ല, പെൺകുട്ടികളെ സ്കൂളിൽ വിടത്തില്ല, പഠിപ്പിക്കത്തില്ല, ജോലിയില്ല, ഒന്നുമില്ല. അപ്പൊ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഒരു ബാധ്യതയാവും എന്നൊരു ചിന്താഗതി കൊണ്ട് ഒരുപാട് കാലഘട്ടങ്ങളിൽ ഇന്ത്യക്കകത്ത് തന്നെ ഒരുപാടായിട്ട് പെൺകുട്ടികളെ ഭ്രൂണഹത്യ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു കാര്യം പോലും ഇന്ത്യയുടെ പോപ്പുലേഷൻ തന്നെ, അല്ലെങ്കിൽ സ്ത്രീകളുടെ പോപ്പുലേഷനെ തന്നെ, ജനസംഖ്യനെ തന്നെ, അല്ലെങ്കിൽ ആ മെയിൽ ആൻഡ് ഫീമെയിൽ പ്രൊപ്പോർഷൻ, ആ ബാലൻസിങ്ങിനെ തന്നെ അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കേസിൽ കൂടെ നമ്മുടെ തെറ്റുദ്ധാരണകളൊക്കെ മാറ്റിയിട്ട് സ്ത്രീകൾക്ക് കൂടി അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് കൂടെ ഭൂമിയിൽ നല്ല രീതിയിൽ വളരാനും അല്ലെങ്കിൽ അവർക്ക് ജന്മം കൊടുക്കുന്നതൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും ജനങ്ങൾക്ക് ഈ കാര്യങ്ങളിലൊക്കെ കുറച്ച് ബോധവാന്മാരാക്കാനൊക്കെ ആയിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര മന്ത്രിസഭ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നീതി ആയോഗ് എന്നുള്ളത് കേട്ടോ. നീതി ആയോഗ് എന്നുള്ളത്, അപ്പൊ നീതി ആയോഗ് എന്താണ്? നീതി ആയോഗ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അല്ലെ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നീതി ആയോഗ് എന്നുള്ളത്. എന്താണ് ഫുൾ ഫോം? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ് നീതി ആയോഗ്. അപ്പൊ ഈ നീതി ആയോഗിന്റെ ആദ്യ കാലഘട്ടങ്ങളിലെ നീതി ആയോഗ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന് മറ്റൊരു പേരാണ് ഉണ്ടായിരുന്നത്. പേരെന്താണെന്ന് അറിയാവോ? വേറെ ഒന്നുമല്ല, നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ അല്ലെ. പ്ലാനിംഗ് കമ്മീഷൻ എന്ന പേരിലാണ് നീതി ആയോഗ് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അറിയപ്പെടുന്നുണ്ടായിരുന്നത്. പിന്നെ 2015 ഈ പ്ലാനിംഗ് കമ്മീഷന്റെ പേര് മാറ്റുകയും നീതി ആയോഗ് അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ള പേരിലേക്ക് നീതി ആയോഗ് മാറുന്നത്. അപ്പൊ നീതി ആയോഗ് ആണെങ്കിലും ഈ രീതിയിൽ ഇന്ത്യയിലുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ റേഷ്യോ കുറച്ചും കൂടെ അടിപൊളിയാക്കാനായിട്ട്, സെറ്റ് ആക്കാനായിട്ട്, അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ കുറച്ച് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നീതി ആയോഗം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായി ഈ മെയിൽ ആൻഡ് ഫീമെയിൽ റേഷ്യോ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ, റേസ് അവയർനെസ് അബൌട്ട് റൈറ്റ്സ് ഓഫ് ഗേൾസ്, പെൺകുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് അവബോധം വളർത്താനായിട്ട് തുടങ്ങി ഗവൺമെന്റ് അല്ലെ. ഗവൺമെന്റ് അപ്പൊ പല പരിപാടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിലൂടെയൊക്കെ പറയുകയാണ് പെൺകുട്ടികൾക്ക് അവകാശം ഉണ്ട് അല്ലെ, പെൺകുട്ടികൾ അങ്ങനെ ഭ്രൂണഹത്യ ഒന്നും ചെയ്യപ്പെടേണ്ടവരല്ല, അല്ലെങ്കിൽ ഭ്രൂണഹത്യ എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്, അത് ഇന്ത്യയിൽ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ നിയമങ്ങൾ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ അവകാശങ്ങളെ പറ്റിയിട്ട് പെൺകുട്ടികളെ തന്നെ ബോധവാന്മാരാക്കുക, സമൂഹത്തെ ബോധവാന്മാരാക്കുക, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു. അതുപോലെ തന്നെ പ്രൊവൈഡ് ബെറ്റർ ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ടു ഗേൾസ് അല്ലെ. എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. നമുക്കൊരു കമ്മ്യൂണിറ്റീനെ അല്ലെങ്കിൽ ഒരു ജെൻഡറിനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ ഉറപ്പായിട്ടും അവര് വിദ്യാഭ്യാസം ഉള്ളവരാവേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് മനസ്സിലാക്കി ഗവൺമെന്റ് ആവശ്യത്തിനുള്ള എഡ്യൂക്കേഷനും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കുറച്ചും കൂടെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഹെൽത്ത് കെയർ സിസ്റ്റംസും പ്രോഗ്രാംസും ഇനിഷ്യേറ്റീവ്സ് ഒക്കെ നമ്മുടെ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എംപവർ വുമൺ ആൻഡ് ഗേൾസ് എന്നുള്ളത് പല രീതിയിൽ ഇതുപോലെ പല പ്രോഗ്രാംസിലൂടെയും കാര്യങ്ങളിലൂടെയും വേദിയിലൂടെയൊക്കെ സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ കുറച്ചും കൂടെ ശാക്തീകരിക്കുക എന്നുള്ള ആ ഒരു കുറച്ച് ടേംസും അല്ലെങ്കിൽ കുറച്ച് പ്രോഗ്രാംസും കൂടെ ഇനിഷ്യേറ്റീവ്സും കൂടെ ഗവൺമെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്യുന്ന എന്തിനാ? മെയിൽ ആൻഡ് ഫീമെയിൽ റേഷ്യോ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അവർ നോക്കിയപ്പോൾ ഏതാണ്ട് മനസ്സിലായത് ഫീമെയിൽ ആ ഒരു റേഷ്യോ അല്ലെങ്കിൽ ഫീമെയിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരു താഴ്ച സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കാരണങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് ഗവൺമെന്റ് അതിന് ഈ രീതിയിലുള്ള സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപിടിക്കേണ്ടായത്.
പിന്നെ അടുത്തത് ലൈഫ് എക്സ്പെക്ടൻസി, ആയുർദൈർഘ്യം എന്താണ്? നമ്മുടെ പേരിനകത്ത് തന്നെയുണ്ട് അല്ലെ, ലൈഫ് എക്സ്പെക്ടൻസി, ലൈഫ് ജീവിതം എക്സ്പെക്ട് ചെയ്യുക അല്ലെ, എത്ര നാള് ജീവിക്കും എന്നുള്ള ആ ഒരു കാൽക്കുലേഷൻ, ആ ഒരു എക്സ്പെക്ടിങ് ആണ് ലൈഫ് എക്സ്പെക്ടൻസി എന്നുള്ളത്. ഒരു വ്യക്തി ശരാശരി എത്ര കാലം ജീവിക്കും എന്നതിന്റെ കണക്ക് വേറെ ഒന്നുമില്ല മക്കളെ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്തെ ആളുകൾ എത്ര നാട് അല്ലെങ്കിൽ എത്ര വർഷം വരെ ജീവിക്കുന്നുണ്ട്, ഒരു പ്രത്യേക പ്രദേശത്തെ ആളുകൾ എത്ര വർഷം വരെ ജീവിക്കുന്നുണ്ട്, ആ ഒരു ശരാശരി കണക്ക്, ശരാശരി വർഷത്തിന്റെ അളവ് എത്രയാണ്. കാരണം നമ്മൾ ഓർക്കേണ്ടത് ഓരോരോ പ്രദേശത്തുള്ള ജീവിത രീതി, അവിടുത്തെ സാമൂഹിക സാമ്പത്തിക ജീവിത രീതി, ജീവിത ശൈലികളൊക്കെ എന്താണ്, ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ മേ ബി ഇന്ത്യയിലുള്ള ആൾക്കാരുടെ ഒരു ശരാശരി ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുമ്പോൾ മേ ബി ഇപ്പൊ നമ്മൾ പറയാണ് ഒരു 80 വയസ്സൊക്കെയാണ് ഇന്ത്യക്കാരുടെ ഒരു ശരാശരി ലൈഫ് എക്സ്പെക്ടൻസി നമ്മളൊന്ന് വിചാരിക്കുക. മേ ബി ആഫ്രിക്കക്കാരുടെ അതാവണമെന്നില്ല. ആഫ്രിക്കയിൽ എന്താ കുറച്ചും കൂടെ മേ ബി കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഫുഡൊക്കെ ആയിരിക്കും. അവരുടെ ചിലപ്പോൾ ഒരു 100 വയസ്സായിരിക്കും അവിടുത്തെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പ്രദേശത്തിനനുസരിച്ച്, ജീവിത രീതിക്ക് അനുസരിച്ച്, സാമൂഹിക അല്ലെങ്കിൽ മറ്റു ചുറ്റുപാടുകൾക്ക് അനുസരിച്ചൊക്കെ ഓരോ പ്രദേശത്തുള്ള ആൾക്കാരുടെ ആയുർദൈർഘ്യത്തിലും മാറ്റങ്ങൾ വരും. അങ്ങനെ ഒരു പ്രദേശത്തെ, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രദേശത്തെ ആൾക്കാരുടെ ആയുർദൈർഘ്യത്തിന് അല്ലെങ്കിൽ അവർ ശരാശരി എത്ര കാലം ജീവിക്കുന്നു എന്നതിന്റെ കണക്കാണ് നമ്മൾ ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ രാജ്യങ്ങളാണെങ്കിലും അവരുടെ രാജ്യത്തുള്ള ആൾക്കാരുടെ ആയുർദൈർഘ്യം അല്ലെങ്കിൽ ലൈഫ് എക്സ്പെക്ടൻസി കൂട്ടാനായിട്ട് ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് എടുക്കാറുണ്ട്. കാരണം എന്താ, അല്ലെങ്കിൽ എന്താ, അവരുടെ തന്നെ ആൾക്കാരാണ് അല്ലെ മരിച്ചു പോകുന്നുണ്ടാവുക. നമ്മളിപ്പോ പറയത്തില്ലേ, നമുക്കിപ്പോ എന്താ ഒരുപാട് ജീവിതശൈലി രോഗങ്ങളുണ്ട്. കുറച്ച് വർഷമൊക്കെ എടുത്ത് നമ്മൾ പുറകോട്ടെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ അപ്പൂപ്പനൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഇതിന് മാത്രമേ പ്രഷറും ഷുഗറും അല്ലെങ്കിൽ മറ്റു ജീവിതശൈലി അസുഖങ്ങളൊന്നും അത്രയ്ക്ക് കാണത്തില്ല. കാരണം അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഭക്ഷണ രീതിയാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ മറ്റ് ജീവിത ശൈലികളൊക്കെ ആണെങ്കിലും എന്താ കുറച്ചും കൂടെ എന്താ നല്ല ഹെൽത്തി ആയിട്ടുള്ളതായിരുന്നു അല്ലെ. അപ്പൊ എന്താ അതിനനുസരിച്ച് ഓരോരോ കാലഘട്ടങ്ങളിലും ഓരോരോ പ്രദേശത്തെ ആൾക്കാരുടെ ലൈഫ് എക്സ്പെക്ടൻസിയിൽ മാറ്റം വരുന്നുണ്ട്. അപ്പൊ ഇത് കുറച്ച് ബെറ്റർ ആക്കാനായിട്ട് ഗവൺമെന്റ് ആണെങ്കിൽ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട്. അവരവരുടെ രാജ്യത്തുള്ള ആളുകളുടെ, ജനങ്ങളുടെ ആയുർദൈർഘ്യം കുറച്ച് കൂട്ടാനായിട്ട് ഓരോരോ ഗവൺമെന്റും ഒരുപാട് കാര്യങ്ങൾ എന്താ, ഓരോ രാജ്യവും ജനസംഖ്യയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും മരണനിരക്ക് കുറയ്ക്കാനും ശ്രമിക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ ജനസംഖ്യ വളർച്ച കണക്കാക്കാനുള്ള പ്രധാന ഒരു ഘടകമാണ് ആയുർദൈർഘ്യം എന്നുള്ളത്. നമ്മൾ പറയാണ് ഒരു സ്ഥലത്തെ ജനസംഖ്യക്ക് വളർച്ച വരുന്നുണ്ടോ, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ജനസംഖ്യ വളർച്ചയാണോ ഒരു സ്ഥലത്ത് നടക്കുന്നത്, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ആയുർദൈർഘ്യം എന്നുള്ള ആ ഒരു പോയിന്റ് നമുക്ക് എടുത്തു നോക്കാം. ഒരു രാജ്യത്തുള്ള ആയുർദൈർഘ്യം വളരെ കൂടുതലാണെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം, അവിടുത്തെ ആൾക്കാർ ഒരുപാട് വയസ്സ് വരെ ജീവിക്കുന്നുണ്ട് അല്ലെ. അവരെന്താ അവിടെ നല്ലൊരു രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ആയിരിക്കും ആ രാജ്യത്ത് ഫോളോ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നിക്കുകയാണ് വുമൺ ആൻഡ് മെൻ ഇൻ ഇന്ത്യ റിപ്പോർട്ട്. എപ്പോഴത്തെയാണ്, 2022 വുമൺ ആൻഡ് മെൻ ഇൻ ഇന്ത്യ റിപ്പോർട്ട്. ആരുടെയാ? ബൈ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ് അല്ലെ. NSO പുറപ്പെടുവിച്ചിട്ടുള്ള 2022 NSO പുറപ്പെടുവിച്ചിട്ടുള്ള വുമൺ ആൻഡ് മെൻ ഇൻ ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം എന്താ, ഇന്ത്യയിലുള്ള ആൾക്കാരുടെ 2015 to 2019 ആൾക്കാരുടെ ലൈഫ് എക്സ്പെക്ടൻസി, ആയുർദൈർഘ്യം എന്ന് പറയുന്നത് എങ്ങനെയാ, മെയിലിന്റേത് 68.4 അല്ലെ, 68.4ഉം ഫീമെയിലിന്റേത് എത്രയാ, 71.1ഉം ആണ്. അപ്പൊ എന്താ, ഇന്ത്യയിലുള്ള ഫീമെയിൽസ് കുറച്ചും കൂടെ പ്രായം വരെ, കുറച്ചും കൂടെ വയസ്സ് വരെ ജീവിക്കുന്നുണ്ടെന്നാണ് NSO പറയുന്നത്. അവരുടെ 2022 റിപ്പോർട്ടാണ്. എപ്പോഴത്തെയാണ്, 2015 മുതൽ 2019 വരെയുള്ള കണക്കുകൾ പ്രകാരം അവർ പുറത്തിറക്കിയിട്ടുള്ള റിപ്പോർട്ടാണ്. നേരെ മറിച്ച് കേരളത്തിന്റെ കേസ് വന്നപ്പോ എന്തുണ്ടായി, കേരളത്തിലും അങ്ങനെ തന്നെയാണ് അല്ലെ. മെയിൽ എന്താണ്, മെയിൽ കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള ആയുർദൈർഘ്യം ഉണ്ട്. ഫീമെയിലിന്റെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് കുറച്ച് മെയിലെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. NSO എന്താന്നുള്ളത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. അവരാണ് നമ്മുടെ ഏത് റിപ്പോർട്ട് പുറത്തുവിടിപ്പിച്ചത്, വുമൺ ആൻഡ് മെൻ ഇൻ ഇന്ത്യ റിപ്പോർട്ട് പുറപ്പെടുവിച്ചത്. ഓക്കെ, ഇനി എന്തുകൊണ്ട് അതായത് കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ, ഇന്ത്യയിലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ലൈഫ് എക്സ്പെക്ടൻസി അല്ലെങ്കിൽ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂടുതലാണ്. മറ്റുള്ള സ്റ്റേറ്റ്സ് കമ്പയർ ചെയ്യുമ്പോൾ എന്താ, കേരളത്തിലുള്ള ആയുർദൈർഘ്യം കുറച്ചുകൂടെ കൂടുതലാണ്. ഇനി എന്തൊക്കെ കാരണങ്ങളാണ് കേരളത്തിലുള്ള ജനങ്ങളുടെ ആയുർദൈർഘ്യം കൂട്ടാനുള്ള കാരണങ്ങളായിട്ട് മാറിയത്? ഒന്നാമത്തെ മക്കളെ, ഹയർ ലിറ്ററസി റേറ്റ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ അല്ലെ. നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലിറ്ററേറ്റ് ഉള്ള, ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനമാണ് കേരളം എന്നുള്ളത്. എന്താണ് അതിന്റെ അർത്ഥം? ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഇല്ല, എണ്ണം കൂടുതലുള്ളത് എവിടെയാണ്, കേരളത്തിലാണ്. അപ്പൊ അതെങ്ങനെയാണ് നമ്മുടെ ഹൈ ലൈഫ് എക്സ്പെക്ടൻസി അല്ലെങ്കിൽ ആയുർദൈർഘ്യം, മികച്ച
ആയുർദൈർഘ്യത്തിലേക്ക് എങ്ങനെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മൾ എത്തിക്കുന്നത്? നമ്മൾ വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിൽ എന്താ, നമ്മൾ നല്ല രീതിയിലുള്ള ജീവിതശൈലി ആയിരിക്കും നമ്മൾ തുടരുന്നുണ്ടാവുക, നമ്മൾ നല്ല രീതിയിലുള്ള ആഹാര ശൈലിയായിരിക്കും നമ്മൾ തുടരുന്നുണ്ടാവുക. അപ്പൊ തന്നെ എന്തുണ്ടാവും, നമ്മുടെ ജീവിതം, നമ്മുടെ ഹെൽത്ത് കുറച്ചും കൂടെ, ആരോഗ്യം കുറച്ചും കൂടെ മെച്ചപ്പെടും അല്ലെ. അപ്പൊ എന്തുണ്ടാവും, നമ്മുടെ ആയുർദൈർഘ്യം അതിനനുസരിച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് പബ്ലിക് ഹെൽത്ത് പോളിസി, വികേന്ദ്രീകൃത പൊതുജനാരോഗ്യ നയം. നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിൽ എന്താണ്, ഒരുപാട് രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഇനീഷ്യേറ്റീവ്സ്, നമ്മുടെയൊക്കെ ഹെൽത്ത് ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ആകാനുള്ള നല്ല രീതിയിലുള്ള ഇനീഷ്യേറ്റീവ്സ് ഗവൺമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ അമൃതം പൊടി അല്ലെങ്കിൽ അംഗൻവാടികളിലൊക്കെ എന്താ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തൊക്കെ തരുന്നില്ലേ. ആ രീതിയിലും അല്ലെങ്കിൽ എന്താ റേഷൻ കടയിൽ നിന്നൊക്കെയാണെങ്കിലും കുറച്ചും കൂടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നു, ഒരുപാട് സാധനങ്ങളൊക്കെ അങ്ങനെ ഗവൺമെന്റ് വഴി പബ്ലിക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗവേണൻസ് വഴിയും ആൾക്കാരുടെ, നമ്മുടെ സംസ്ഥാനത്തുള്ള, നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളുടെ ഹെൽത്ത് കുറച്ചും കൂടെ ബെറ്റർ ആക്കാനും ആയുർദൈർഘ്യം കൂട്ടാനുമായിട്ടും ഗവൺമെന്റ് കുറച്ചത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലീൻലെസ് ഫുഡ് അവൈലബിലിറ്റി ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താ, നമുക്ക് നല്ല ഹെൽത്ത് വേണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താ, ഫുഡ് തന്നെയാണ് അല്ലെ. ഫുഡാണ് എന്ത്, നമ്മുടെ ആരോഗ്യം തീരുമാനിക്കുന്നത്. അപ്പൊ ക്ലീൻ ആയിട്ടുള്ള ഫുഡ് അവൈലബിൾ ആവുക, നല്ല വൃത്തിയുള്ള ഭക്ഷണം കിട്ടുക, നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള വൃത്തിയുള്ള ഭക്ഷണം കിട്ടുമ്പോൾ തന്നെ എന്താ, നമ്മൾ നല്ല രീതിക്ക് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം ഹെൽത്തി ആവൂലെ. ഹെൽത്ത് ആണ് നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, ഗവൺമെന്റിന്റെ പൊതുവിതരണം അല്ലെ. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ അംഗൻവാടികൾ വഴിയും മറ്റുള്ള ഗവൺമെന്റ് ഏജൻസികളും ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ വഴി ഒരുപാട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് ഗവൺമെന്റ് എത്തിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ജനങ്ങളുടെ ആരോഗ്യം കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേരളത്തിന്റെ ആയുർദൈർഘ്യം കൂട്ടാനായിട്ട് ഉണ്ടായിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത് കേട്ടോ. 3 പ്രധാനമായിട്ടും ഈ 3 പോയിന്റ്സ് ആണ് നമുക്ക് അതിനകത്ത് ഉള്ളത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും കുറച്ചും കൂടെ എൽഡർ പീപ്പിൾ അല്ലെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഓൾഡർ ആയിട്ടുള്ള പീപ്പിൾ, ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ അമ്മൂമ്മയ്ക്കും അപ്പൂപ്പന്മാർക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെയൊക്കെ ലൈഫ് കുറച്ചും കൂടെ അടിപൊളിയാവാൻ, അവരുടെ ലൈഫ് കുറച്ചും കൂടെ വെൽഫെയർ ആവാൻ അല്ലെ, കുറച്ചും കൂടെ സുഗമമായിട്ട് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ആണെങ്കിലും ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഒക്കെ നമ്മുടെ കേരള ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താ, മെയിൻ ആയിട്ട് എന്താ, 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് വേണ്ടി നമുക്കൊരു പെൻഷൻ സ്കീം ഒക്കെ ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്താ, വേറെ മറ്റൊരുപാട് ഇനിഷ്യേറ്റീവ്സ് നമ്മുടെ കേരള ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് സ്റ്റേറ്റ് ഓൾഡ് ഏജ് പോളിസി. 2013 ഫോർമുലേറ്റ് ചെയ്തതാണ് അല്ലെ, ടു എൻഷുർ വെൽഫെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ടു ഓൾഡ് ഏജ് പീപ്പിൾ. അതായത് ഓൾഡ് ഏജ് അല്ലെ, പ്രായമായിട്ടുള്ള വ്യക്തികളുടെ വെൽഫെയറിനും അതുപോലെ തന്നെ അവരുടെ പ്രൊട്ടക്ഷനും അവരുടെ സംരക്ഷണത്തിനും വേണ്ടി നമ്മുടെ കേരള ഗവൺമെന്റ് 2013 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, സ്റ്റേറ്റ് ഓൾഡ് ഏജ് പോളിസി എന്ന് പറഞ്ഞ ഒരു പോളിസി തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ എന്താണ്, ഈ നമ്മുടെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ, കുറച്ചും കൂടെ പ്രായമുള്ള അമ്മൂമ്മയുടെ അപ്പൂപ്പന്റെ ഒക്കെ അവരുടെ കുറച്ച് വെൽഫെയറിനും അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യാനും ഒന്ന് അടിപൊളിയായിട്ട് അവരുടെ ലൈഫൊക്കെ കൊണ്ടുപോകാനായിട്ട് മറ്റു കുറച്ച് ഇനീഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ കുറച്ച് പ്രോജക്ട്സ് എന്തൊക്കെയാ, പകൽ വീട് അല്ലെ, പകൽ വീട് ഉണ്ട്, വയോരക്ഷ പ്രോജക്റ്റ് ഉണ്ട്, വയോമിത്രം പ്രോജക്റ്റ് ഉണ്ട്, അമൃതം പ്രോജക്റ്റ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രോജക്ട്സും നമ്മുടെ കേരള ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ, വേറെ ഒന്നിനുമില്ല, നമ്മുടെ ആഫ്റ്റർ 60 ഇയേഴ്സിന് എബോ ഉള്ള ആൾക്കാർ, 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ, കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അല്ലെ, നമ്മുടെ അമ്മൂമ്മയും അപ്പൂപ്പനും അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ആയിട്ടുള്ള അവരുടെയൊക്കെ എന്താ ഹെൽത്തും വെൽഫെയറും അവരുടെ പ്രൊട്ടക്ഷനും സേഫ്റ്റിയൊക്കെ ഒന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമ്മുടെ കേരള ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ ഇനിഷ്യേറ്റീവ്സിലേക്ക് റിസൾട്ട് എന്തായിരിക്കും, ഇങ്ങനെ ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ഇറക്കുന്നത് വഴി അവർക്ക് കുറച്ചും കൂടെ നല്ലൊരു സേഫ് ആയിട്ടുള്ള പ്ലേസ് കിട്ടും അല്ലെ, താമസിക്കാനായിട്ട്, അല്ലെങ്കിൽ കുറച്ച് നല്ല ഫുഡൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി അല്ലെങ്കിൽ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആണ്, കുറച്ചും കൂടെ കൂടും. അതുവഴിയാണ്, ഇതൊക്കെ കാരണമാണ് നമ്മുടെ കേരളത്തിലുള്ള ആയുർദൈർഘ്യം എന്ന് പറയുന്നത് കുറച്ചും കൂടെ കൂടുതലായിട്ട് കാണുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ അല്ലേ? അപ്പൊ മക്കളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഇത്രയാണ് നോക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകാണ് കേട്ടോ. 4th പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ എല്ലാവരും വീഡിയോസ് ഒക്കെ കാണുക, അഭിപ്രായമൊക്കെ പറയുക. അപ്പൊ അടുത്ത സെഷനിൽ മിസ് ഇതിന്റെ 4th പാർട്ടുമായിട്ട് വരാം കേട്ടോ. അപ്പൊ അതുവരെ ബൈ.